ഹായ് ഓൾ, നമസ്കാരം. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതെ, പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന CJP പ്രൊട്ടസ്റ്റിനെ പറ്റിയാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരാഴ്ച മുന്നേ വരെയെല്ലാം ഇപ്പോ ഈ ചോദ്യപേപ്പർ ലീക്കാണ്, മറ്റേ CJPയുടെ സമരം, പാറ്റകളുടെ സമരം, അത് സൈന്യം അടിച്ചൊതുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു നറേറ്റീവ് ആയിരുന്നു ഇന്ത്യയിൽ മൊത്തം. പക്ഷെ ഏതാനും കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കഥ അങ്ങ് മാറി. നമ്മൾ കണ്ടതാണ്, നരേന്ദ്രമോദി ഒരു വീഡിയോ ഒക്കെ ചെയ്തു രാത്രി, മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ ഒരു ഓഡ് ആംഗിളിലൊക്കെ ഇരുന്ന് പിടിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വളരെ ഫണ്ണിയാണ്. കാരണം മോദിയുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒക്കെ തന്നെ ആളുകൾ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് പോലും അങ്ങേർക്ക് പാതി രാത്രി അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ കാണണം, അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പറയണം. അതിനാണ് പുള്ളിക്കാരൻ അതൊക്കെ ചെയ്തത്. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത്, മോദിജിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു വിഷയം മാത്രമല്ല, ഇപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോണതെങ്കിൽ അടുത്ത ടേമില് BJP അധികാരത്തിൽ വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതിപ്പോ ഞാനിപ്പോ ഈ ഒരു നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ചോദ്യപേപ്പറിന്റെ വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണം. അപ്പൊ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ കുറച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ന്യൂസ് ചാനലുകളും നമ്മുടെ ChatGPTയോടൊക്കെ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയത്, ഒരുപാട് ചോദ്യപേപ്പറുകൾ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായിട്ട് ലീക്കായിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ ചോദ്യപേപ്പർ ലീക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പറയാനുണ്ടാവും. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞൊരു കണക്കനുസരിച്ച് ഏതാണ്ട് 157ഓളം ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ ലീക്കായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിലൊന്നാണ്, വളരെ പ്രമുഖമായ ഒരു എക്സാമാണ് നീറ്റ്. അതല്ലാതെ ഒരുപാട്, എനിക്ക് തോന്നുന്നു, പോലീസ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അങ്ങനെ പലതും ഈ അടുത്തിടയ്ക്ക് തന്നെ ലീക്കായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ എന്റേതായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി മറ്റേ AI ചോദിച്ചപ്പോൾ അത് പറയുന്നത്, റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് മീഡിയകൾ, അപ്പൊ ഇൻഡിപെൻഡന്റ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തന്നെ ഓൾമോസ്റ്റ് 90 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുകളെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്രയും കെയർലെസ് ആയിട്ട് എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് അത്രമാത്രം സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഓൺലൈൻ മെക്കാനിസംസ് ഉണ്ട്, ക്ലൗഡ് സ്റ്റോറേജുകൾ ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ചോദ്യ പേപ്പറുകൾ ചോരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കേപ്പബിൾ അല്ലാത്ത ഒരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ കേപ്പബിൾ അല്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥരോ ആൾക്കാരോ ഉണ്ട്, അല്ലെങ്കിൽ ഇന്റൻഷ്യലി ചോർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് യാതൊരു തെളിവ് എനിക്കറിയില്ല, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അറിയില്ലാത്തൊരു കാര്യത്തെ പറ്റി പറയുന്നത് ശരിയല്ലോ. പക്ഷെ എന്നാലും അദ്ദേഹം രാജിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. അതിപ്പോ ഒരു നീറ്റിന്റെ കാര്യം മാത്രമൊന്നും അല്ല. ഇതിനോടനുബന്ധിച്ച് ഈ ചോദ്യ പേപ്പർ ലീക്കിനോടനുബന്ധിച്ച് ഏതാണ്ട് 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 20 കുട്ടികൾ ചോദ്യ പേപ്പർ ലീക്ക് ആയതിന്റെ പേരിൽ. ഈ നീറ്റിനോടനുബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയണത്. അതിന് മുന്നേ ഉള്ള പല ആത്മഹത്യകളൊക്കെ ഉണ്ട്, നമ്മൾ അതൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. ഈ നീറ്റിനോടനുബന്ധിച്ച് തന്നെ ഏതാണ്ട് 20ഓളം ആത്മഹത്യകൾ ഉണ്ടായി എന്നാണ് പറയണത്. അപ്പൊ എത്രമാത്രം ഒരു ദുരന്തമായ അവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. ഞാൻ പറയണേ, ഒരു ചോദ്യ പേപ്പർ സെക്യൂർ ചെയ്യാന്ന് പറയുന്നത് ഇത്രമാത്രം ടഫ് ആയിട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് ആരോ ഇതിന്റെ പുറകിൽ കളിക്കുന്നുണ്ട്. അത് മേ ബി മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം, അറിയാതായിരിക്കാം, വീടൊന്നോ, നമുക്കതറിയില്ല. പക്ഷെ ധാർമ്മികമായ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴേ രാജിവെച്ച് ഈ പ്രശ്നം ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം ഇത് വേറെ ഒരു വിഷയം പോലെ അല്ല. ഒന്നാമത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം, കുട്ടികൾക്കെല്ലാം ഒരു ആസ്പിറേഷണൽ വാല്യൂ കാണാത്തൊരു കൺട്രിയായി മാറിക്കഴിഞ്ഞു. അത് ഇപ്പൊ BJP വന്നുകൊണ്ട് പറയുമൊന്നുമല്ല, ഇതിനു മുന്നേയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു 10 സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോ അമേരിക്കൻ കൺട്രിയിലേക്ക് ഒരു ഫ്രീ വിസ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ 10ൽ 10 പോകാനാണ് സാധ്യത. അറ്റ്ലീസ്റ്റ് ഒരു 8 പേരെങ്കിലും പോകും. വേറെ 2 പേർക്ക് വേറെ പേഴ്സണൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും. അത് അത്രമാത്രം താല്പര്യമേ ഉള്ളൂ ഇവിടെ നിൽക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക്.
വിദ്യാർത്ഥികൾക്ക് മാത്രമൊന്നും അല്ല കേട്ടോ. നിങ്ങളൊരു 30-40 വയസ്സുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഇനി ഒരു 60-ന് മേളിലേക്കുള്ള ആൾക്കാർക്ക് അവിടെ വിസ കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ ചിലപ്പം ഇതൊക്കെ ഡിനൈ ചെയ്യുമായിരിക്കും. പക്ഷെ യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ താഴെ ഒരുപാട് പൊങ്കാലകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആ റൈറ്റ് വിങ് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ. ഞാനിപ്പോ ഇതൊരു BJP-യുടെ ആംഗിളിലൊന്നും അല്ല പറയുന്നത്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോ അത്ര വലിയ മെച്ചമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ സിസ്റ്റത്തിൽ കാര്യമായ പ്രശ്നമുണ്ട്. ഒരു പരീക്ഷ പോലും അറ്റൻഡ് ചെയ്യുമ്പം ഇത് വേറെ ആർക്കോ ഈ ചോദ്യ പേപ്പറുകൾ കിട്ടി അവൻ അതൊക്കെ നോക്കി പഠിച്ചിട്ട് വന്നിരിക്കുന്നതാണ് എന്ന ഒരു ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഏതാണ്ട് 157 കണക്കാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് മീഡിയകൾ 90ഓളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 90 ചോദ്യ പേപ്പറുകൾ ലീക്കായി എന്ന് പറയുമ്പോൾ ഇതിന്റെ സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എവിടെ കിടക്കുന്നു? ഈ പിള്ളേരെയൊക്കെ, ഈ പോവാത്ത പിള്ളേരെയൊക്കെ ഓടിക്കണം. എന്തിനിവിടെ ഇവിടെ നിന്ന് ഇരുന്ന് ഈ പരീക്ഷ എഴുതുന്നു എന്ന് ആലോചിച്ച് നോക്ക്. കാരണം ആർക്കോ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു വിടാം, ഒപ്പോസിഷൻ ലീഡേഴ്സ് എപ്പോഴും ഊതി പെരുപ്പിച്ച് പറയുമെന്നാണല്ലോ പറയുന്നത്. ഇൻഡിപെൻഡന്റ് മീഡിയ പറഞ്ഞ കണക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, നിങ്ങൾ ChatGPT-യോടൊക്കെ ചോദിച്ചു നോക്കിയാൽ, ജെമിനിയോടൊക്കെ ചോദിച്ചു നോക്കിയാൽ ഈ കണക്ക് കിട്ടും. 90 ചോദ്യ പേപ്പറുകൾ ലീക്കായി എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. നിങ്ങൾ സാമാന്യ ബോധത്തോടെ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു പിടിയുണ്ട്. നിങ്ങളൊരു ഗവൺമെന്റ് സർവീസ് എക്സാം എഴുതാൻ പോകുന്ന നേരത്ത് നിങ്ങൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ വെക്കുകയുള്ളൂ, വേറെ ആർക്കും കൊടുക്കൂല. കാരണം നിങ്ങൾക്കറിയാം അത് 10 പേരുടെ കയ്യിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ലീക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ലീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അന്വേഷണം വരികയും നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ജോലി, ആ എക്സാം പാസ്സായതിന്റെ പേരിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ പുറകിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പുറത്താക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണ ഇതിൽ ആരും ലീക്ക് ആക്കൂല, അല്ലേ? അതല്ലേ സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണ്, വരെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമിന്, നിങ്ങളത് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യും. അത് സാമാന്യ ബോധമാണ്, കോമൺ സെൻസ് ആണ്. പക്ഷെ ഇവിടെ 90ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറയുമ്പോൾ ഇത് മാസ് സ്കെയിലിൽ നടക്കുവാണ്. അത് ഏതോ ടീമുകൾ ഇതിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ ലീക്കാക്കി ഒരാൾക്കോ രണ്ടാൾക്കോ ഒന്നും അല്ല, അവർക്ക് വേണ്ട ഒരു സെറ്റ് ഓഫ് ആളുകളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ലീക്ക് ആവുന്നത്. അതിലേതോ ഒരുത്തൻ അത്, അല്ലെങ്കിൽ ഏതോ ഒരാള്, ഏതോ ഒരു വിദ്യാർത്ഥി ആയിരിക്കാം, അതിന്റെ രക്ഷിതാവായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം, അവരത് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാതെ സോഷ്യൽ മീഡിയയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ലീക്ക് ആവുന്നത്. അപ്പോ നമ്മൾ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ചോദ്യ പേപ്പറുകൾ ലീക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ഈ കണ്ടതൊന്നും ആയിരിക്കില്ല ഇതിന്റെ ഫാക്ട്. ഇനി ഞാനിത് കേന്ദ്രത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് അല്ല, നമ്മുടെ കേരളത്തിൽ ഇത് നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. CPM ഭരിച്ചിരുന്ന സമയത്ത് ഒരു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുമ്പോഴും റിപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രശ്നമാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ആസ് എ ഹെഡ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അങ്ങേര് രാജിവെച്ചേ പറ്റൂ. കാരണം ഓൾറെഡി പിള്ളേർ ഓടുകയാണ്, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണ്ടേ? അതായത് ഗവൺമെന്റ് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുവാണ്. ഇതേപോലത്തെ പ്രശ്നങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും മോദിക്ക് ഇത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് നേരത്തെ ഈ തീരുമാനം എടുക്കാമായിരുന്നു. എനിക്ക് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ CM അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററായ മോദിയോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങളെ കാണാത്തത്? നമുക്കറിയാം ഇന്ത്യയിലുള്ള ഭൂരിഭാഗം മാധ്യമങ്ങളും ഒന്നില്ലെങ്കിൽ അദാനി അംബാനിമാരുടെയൊക്കെ സബ്സിഡറി കമ്പനികളാണ്. പണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പല കമ്പനികളും ഇവർ വാങ്ങിച്ചു കഴിഞ്ഞു. വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് പേടിപ്പിക്കുന്ന ചോദ്യങ്ങൾ പോലും തരാൻ സാധ്യതയില്ല പല മാധ്യമങ്ങളും. നിങ്ങളെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ സാധ്യതയില്ല. എന്നിട്ട് പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൂടാ? എന്താണ് നിങ്ങൾ പേടിക്കുന്നത്? എനിക്കൊന്ന് ഗുജറാത്തിലെ CM ആയിരുന്ന സമയത്തൊക്കെ ഇങ്ങേര് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, BJP-യുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം കഴിയുന്നതോടുകൂടി ഏതാണ്ട് തീരുമാനമോ. ഇപ്പൊ ലാസ്റ്റ് ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത്? ലാസ്റ്റ് ഇലക്ഷനിൽ UP-യിൽ തന്നെ പൊട്ടി, അല്ലെ? UP ഇലക്ഷനിൽ പ്രശ്നമായി. ഞാൻ പറഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ കാര്യമാണ്. അപ്പോ അത് അന്നേരം ഈ നീറ്റ് ചോർച്ചയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോ വിദ്യാർത്ഥികൾ സ്ട്രൈക്ക് ചെയ്യുകയാണ്. അത് മറ്റ് ഒരു വിഷയം പോലെയല്ല, വളരെ സീരിയസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു കേസും കൂടെ വന്നു കഴിഞ്ഞാൽ തീരുമാനമായി കിട്ടും.
ഇനി കുറച്ച് കാര്യം കൂടെ ഇതിനോട് അനുബന്ധമായിട്ട് പറയാനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ രാജ്യം, നമുക്കറിയാം 150 കോടി ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ നെയിം എനി ലീഡിങ് ടെക്നോളജി, അതിപ്പോ ഇലക്ട്രിക് കാർ ടെക്നോളജി ആയിക്കോട്ടെ, AI ടെക്നോളജി ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള സ്പേസ് ടെക്നോളജി ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു ടെക്നോളജി നെയിം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നും ഇല്ല. ആ ഒരു ടെക്നോളജിയിൽ നമ്മൾ ലീഡറും അല്ല, നമുക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസും ഇല്ല. ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറെ കൂടുതൽ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ സ്യൂഡോ സയൻസിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആയുഷിന് 3000 കോടി കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ടീമുകൾ മൊത്തം ഇമാതിരി സ്യൂഡോ സയൻസ് ടീമുകളാണ്. ഇവരാണല്ലോ ഈ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അങ്ങേർക്ക് ഏതാണ്ട് 80ഓളം വയസ്സ് അടുത്തെത്തി, 75 കണ്ട് കഴിഞ്ഞു. അപ്പൊ ഒരിക്കലും അങ്ങേരെ, അപ്പൊ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങേർക്ക് ഇപ്പൊ AI എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ ടെക്നോളജി എന്താണെന്നൊന്നും അറിയില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ സർക്കിളിലുള്ള ആൾക്കാർ മൊത്തം ഈ എന്താണ്, ഈ കപട സ്യൂഡോ സയൻസ് ടീമുകളാണ്. അവർ പറയും ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് രാമക്ഷേത്രം പണിയണം, സർദാർ പട്ടേലിന്റെ പ്രതിമ പണിയണം, ആയുഷ് നമ്മുടെ പൈതൃക ചികിത്സയെ കൊണ്ടുവരണം, മോഡേൺ ചികിത്സയൊക്കെ ഫുൾ ഉടായ്പാണ്, പൈതൃക ചികിത്സകളെ കൊണ്ടുവരണം. ഇത് കേൾക്കാനേ അങ്ങേർക്ക് സാധിക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ എന്താണോ പറയുന്നത് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മൾ ഇലക്ട്രിക് കാർ ടെക്നോളജിയിൽ എങ്ങും എത്തിയിട്ടില്ല, AI എങ്ങും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റേത് ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ 10 വർഷത്തിൽ, അതിന് മുന്നേ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. അപ്പോ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് കാര്യങ്ങളൊക്കെ AI ഒക്കെ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളിതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 10-20 വയസ്സ് 30 വയസ്സുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആൾക്കാർ കൂടുതൽ നിക്ഷേപിക്കുമ്പോൾ അവർ നോക്കുകയാണ്, ഓക്കെ US സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ വർഷം 20% റിട്ടേൺ തരുന്നു, കൊറിയ തരുന്നു, ചൈന തരുന്നു, ഇന്ത്യ ഇങ്ങനെ ലഗാർഡായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സ്യൂഡോ സയൻസും പരിപാടിയുമായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പണി പാളി. എനിക്ക് തോന്നുന്നു അടുത്ത ടൈമിൽ തീരുമാനമായി കിട്ടും. പക്ഷെ ഞാൻ പറയണ കഴിഞ്ഞ ടൈമിൽ തീരുമാനമാകേണ്ടതായിരുന്നു. പക്ഷെ പ്രശ്നം ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ലീഡർ ഇല്ലാത്തത് കൊണ്ട് മോദിജി പതുക്കെ രക്ഷപ്പെട്ടു പോയതാണ്. മോദിജിനെ മുഴുവൻ എടുക്കാണെന്നൊന്നും കരുതണ്ട, ഇത്തവണ കയ്യിൽ നിന്ന് പോകാനാണ് എല്ലാ സാധ്യതയും. അപ്പൊ ഇനിയുള്ള ബാക്കി കാലമെങ്കിലും ഈ സ്യൂഡോ സയൻസ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ടീമുകൾ അടുത്ത് നിർത്തുക. ആയുഷ് ഒന്നും നമ്മളെ എവിടെ എത്തിക്കാൻ പോകുന്നില്ല. യോഗയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. കുറെ ആളുകൾ, അമേരിക്കക്കാരൻ ചിലപ്പോൾ ഏതെങ്കിലും യോഗാ ദിനത്തിൽ വന്നിട്ട് അങ്ങനെ യോഗയുടെ പോസ്റ്ററും കാണിച്ചൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് അവനത് മറക്കും. അവൻ ലോകത്തിലുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജിയുടെ പുറകെ കൂടെ പോവും. പണം അവിടെയാണ് വരുന്നത്. അപ്പം ആ രീതിയിലാണ് ലോകം ചിന്തിക്കുക. നമുക്ക് ഇത് മാത്രമല്ല വേണ്ടത്, നമുക്ക് മറ്റുള്ളവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടികൾ നോക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. മോദിജി കൈവിട്ടു പോയി. ഇനിയുള്ള സമയമെങ്കിലും കഴിയുമെങ്കിൽ തിരിച്ചു പിടിക്കാൻ നോക്കുക. അപ്പൊ താഴെ വന്ന് പൊങ്കാല ഇടാവുന്നവരോട് നിങ്ങൾ പൊങ്കാല ഇട്ടോ, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ വീണ്ടും പറയണു, എനിക്ക് അങ്ങനെ BJP സർക്കാരിനോടുള്ള പ്രത്യേകിച്ച് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കൊക്കെ കേരളത്തിൽ നടന്ന കാര്യമാണ്. പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്, BJP അല്ലാതെ ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്ന രീതി തെറ്റിപ്പോയി ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ. അതിന്റെ ഇടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു മാന്യതയില്ലാത്ത, ഒരു അന്തസ്സിന് ചേരാത്ത ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കിതിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു വിഷയവുമായിട്ട് വരുന്നതുവരെ ബൈ.